നുണ പറയരുത്. നോക്കിയില്ല. നോക്കിയില്ല. നോക്കിയില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളൊന്നുമല്ല ഞാൻ കണ്ടത്. നോക്കിയില്ല. ദേവകുട്ടി എറിയരുത്. കണ്ണു നോക്കി ഞാൻ കണ്ടതാ. എറിയരുത്. എറിയരുതെന്നാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞ എറിയരുതെന്ന്. എറിയരുത്. രാജേട്ടാ, സാരമില്ല, എനിക്കങ്ങനെ വേദനിച്ചൊന്നുമില്ല. വന്നു കിടക്കൂ. ഇന്ന് വരെ ഞാൻ അവളെ നോവിച്ചിട്ടില്ല. രേവതി ഒന്നും അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. അതാ എനിക്കും വിഷമം. അവളെവിടെ? കരഞ്ഞെറിഞ്ഞിരിക്കുക. രാജേട്ടൻ വന്ന് പറഞ്ഞാലേ അവക്ക് സമാധാനാവൂ. വരൂ രാജേട്ടാ. നമുക്ക് നാളെ തന്നെ മടങ്ങാം. രാധിക ലൈറ്റ് അണച്ച് കിടന്നോളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. പാവം പപ്പ, എന്നെ പേടിക്കട്ടെ. രേവതി കുട്ടിയാ ഞാൻ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ ചിന്നുവിനെ പോയി പേടിപ്പിച്ചിട്ട് വരട്ടെ കേട്ടോ. ആരുടെ പറയല്ലേ, പേടിപ്പിച്ചിട്ട് വരാതെ. ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. എന്താടാ? എന്താ കാര്യം? എന്താ കാര്യം അറിയില്ലല്ലേ? മനസ്സിലായില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്നോ? വാപ്പാ, മേനോനുള്ള ഒരാളെ തല്ലുന്നു. അയാൾ കള്ളുകുടിച്ച് വേളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ. അയാൾ തല്ലി കൊന്നാലും ശരി, ഈ കളി തീരാതെ അക്ബറിട്ട് പോണ പ്രശ്നമല്ല. അവിടെ ആ മതി മതി അടിച്ചിട്ട് കൈതാ. മനസ്സിലായില്ല. കാര്യം പറഞ്ഞിട്ടിരിക്കുക. അയ്യോ മനസ്സിലായില്ല. മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടെന്ന്. മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ? ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ പറ്റില്ല. ആണെങ്കിലില്ല ഇന്ന് ശരിക്കും പഠിച്ചിട്ട് നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശം കാണിച്ചത്. എന്റെ പൊന്ന് അക്ബറക്കാൻ, ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാ എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ? സത്യമായിട്ടില്ല. അല്ല സംസു, നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞായറാഴ്ച എന്റെ കട തുറക്കൂല. അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും. അതാണ് എന്റെ ഒരു. നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടുന്നത്. അതെ, സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ. അറിയോ? അതെനിക്കറിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ, നമുക്കൊന്ന് ഷീട്ട് കളിക്കാം. ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ.
ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ വാ. അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും. എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല? ഈ അച്ചാറും ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ. ബോംബെ കിട്ടും, പക്ഷേ ഇതിന്റെ രുചി വേറെയാ. അത് ശരിയാ. അല്ല ഇതെന്തുവാ? അവലൂസ് പൊടി. പവിത്രന് വലിയ ഇഷ്ടാ. അതിൽ വെക്ക. പോകല് കണ്ടിട്ട് അമ്മ ബോംബെ തിരിച്ചു വരുന്ന ലക്ഷണം ഇല്ലല്ലോ. ഏയ്, സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാ ഏരിയ 2 ആഴ്ച. അതിനുള്ളിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും. ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും. അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്ക്. ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാമ്മേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ദേ ഇതും കൂടെ എടുത്തോ. ബാലകൃഷ്ണ ഒന്ന് സഹായിക്കടാ. ഒരു കൊച്ചു ബാഗ് എടുത്തോണ്ട് അവനങ്ങ് പോയി. ബാല, നീ സമയത്തിന് വല്ലതും കഴിക്കണേ. രാജാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലേ രേവതിയുടെ? അവളാ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും. ഞാനും വരാം സ്റ്റേഷനിലേക്ക്. കേറിക്കോ. അയ്യോ എന്റെ അയ്യോ, ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ചിരിക്കില്ലേ, എനിക്ക് മറന്നുപോയേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ഞാൻ പറയാതെ മറന്നുപോയതാണ്. ഞാൻ പറയാതെ ഈ പെരുമാവിനെ കെട്ടിട്ട് ആരും ഇതും പൊട്ടിക്കോ. ആരടി കിട്ടിയിട്ടുണ്ട്? ഇവനെ ൂരുത്തം കെട്ടോളെ. പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക. എന്തുള്ള പുറപ്പാടാ? ഞാനല്ല, ഇവനാ. അയ്യടാ നിക്കണ കണ്ടില്ലേ? ഒരെണ്ണങ്ങട് വെച്ചുതരാ വേണ്ടത്. പോയിക്കോടുന്ന അവിടെ നിൽക്കടാ. അവന്റെ കണ്ണടി മീശയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലടാ. ചെരച്ച് തന്തയുടെ മോന്തക്ക് കയറിയാണ്ടോ ചെറ. പോടാ 4 10 പൈസക്കാരൻ മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട്. കൊച്ചേ, നോക്കി നടന്നില്ലെങ്കിലേ വടിച്ചെടുക്കേണ്ടി വരും. നീ ഒന്ന് ക്ഷമിക്കച്ചായ. പാവം അറിയാതെ പറ്റിപ്പോയതല്ലേ അല്ലേ മോളെ? പോടാ. രാജായ, ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിടും. മിടുക്കി, സ്മാർട്ട് ഗെയിം. ചൊക്ക എന്തൊക്കെ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നളിയാ. ഇവൻ നമ്മുടെ മച്ചമ്പി ജോസഫ്. ഹലോ, ഇത് മണ്ണുണ്ണി. മനസ്സിലായി? അല്ലല്ല, ബാലകൃഷ്ണൻ. പിന്നെ ഞങ്ങൾ ഇവന്റെ ഒരു ബിസിനസ് ആയിരുന്നു ഇറങ്ങിയതാ. നിന്നെയും കൂടെ കണ്ട് ചളമാക്കിട്ട് പോവാന്ന് കരുതി. തള്ളേ, നല്ല വിശപ്പ്. അമ്മേന്തി ഉള്ളതൊക്കെ എടുത്ത് വെക്കാൻ പറ. അമ്മ ഇവിടെ ഇല്ല. ചേച്ചിയുടെ പ്രസവത്തിന് ബോംബെ പോയിരിക്കുക. തള്ളേ, വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി. അതും ചളവായോ? എടാ ജോസഫേ, എന്റെ ഇവന്റെ ഈ തടിയുണ്ടല്ലോ, പകുതിയും മേലൂർ ഇവന്റെ വീട്ടിൽ നിന്ന് ഓസിയിട്ടുള്ള ശാപ്പാടടിച്ചതാ. അപ്പൊ ബാക്കി പകുതി തമാശകള. പിന്നെ തന്നെത്താനെ വെച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ എന്ത് വേണോ കഴിക്കാം. തള്ളേ, അത് മതി. ഇവനുണ്ടല്ലോ ജോസഫ്, ഒന്നാം തരം കുക്കാ. പിന്നെ നീ കുക്ക്. ഞാൻ ജോസഫ്. എടാ നീ ജോസഫ് കുക്ക്. നമുക്ക് ക്രിയാത്മായിട്ട് തുടങ്ങാം. 29, 30, 31, 32, 33, 34, 35, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 51, 52, 53, 54, 55, 56, 57, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149, 150, 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162, 163, 164, 165,
മൊത്തങ്ങളി എന്നെ ഊറുമ്പോ അയ്യോ നിന്റെ എന്റെ കൂടെ കൂടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരു അടി നിങ്ങനെ വീടോടി നീ വെറുതെ എപ്പോഴും എന്റെ അടുത്ത് വഴക്കിന് വരുന്ന അയ്യോ എന്റെ മോക്കെ നിന്നെ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു കീറോടി നിന്റെ പക്കറ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഊതുമിനൊക്കെ ഊതി അത്രേ ഉള്ളൂ. ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വലിയ ഉറുമ്പിനെ പിടിച്ചുതരാം. നീയാണ് അവിടുത്തെ ചട്ടമ്പി അടിച്ചിന്റെ നീ കളിക്കാവായേ എല്ലാം കളിക്കും നീ എല്ലാം തോറ്റു കാണുന്ന അവളെ മത്തങ്ങാടി നീ കബീശടി നീ വാട്ട കളിക്കാൻ ഒരൊറ്റ ജോക്കറില്ല. ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ. വന്നില്ല. എന്താണ് ഇത് പ്രശ്നം? എന്റെ ജോക്കറില്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്. എനിക്ക് ഒൻകാടാ. വെച്ചോ വെച്ചോ വെച്ചോ. വാപ്പാ ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു. മിഡിൽ സ്കൂട്ട് ചെയ്തു. നന്നായി. അതെന്നാ ഇത് കളി ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ നോട്ടെ? എന്റെ സീറ്റ് നോട്ടെ. ഞാൻ എന്റെ സീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ അടിച്ച കൈയാണല്ലോ. അതെയോ? എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞായറാഴ്ച കടയിലാണ്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും. അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ അത് പറ്റില്ല. ഇപ്പൊ വരാം. ആരെല്ലാം രാജേര, എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല. എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് വല്ലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ചോദിക്കാം. രേവതിക്കുട്ടി, രേവതിക്കുട്ടി, രേവതിക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, രേവതി കുഞ്ഞേ. കാണുന്നില്ലല്ലോ. ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതിക്കുട്ടി, രേവതിക്കുട്ടി. ഞാൻ കണ്ടു. ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇവിടെ വാ. നീ ഇത് എവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്, കൈ കാണിക്ക്. തുറക്ക്, തുറക്കാൻ. കൺമഷി. മറ്റേ കൈ കാണിക്ക്. തുറക്കടി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. ഒരുക്കായിരുന്നു? എന്നിട്ട് ചിന്നു എവിടെ? എവിടെയെന്ന്? എന്തോ അവിടെ. വല്ല ഗുണമുണ്ടോ? ഈ കൈനോട്ടത്തിൽ ആ ശീല വീണത്. തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു. ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ടിപ്പോ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. തള്ളേ, ഇവൻ ഡീസന്റാ? മണ്ണുണ്ണി ഡീസന്റാ? ഞാൻ ഡീസന്റ്. ബ്രിഗേഡിയറുടെ മോള് ഓർമ്മയുണ്ടോടാ? അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് ചാകാൻ. അതുപോലെ അബദ്ധം എല്ലാവർക്കും പറ്റൂല. അത് ശരി, ഒരബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ശോശാമ്മയുടെ കാര്യോ? അത് മറ്റൊരു അബദ്ധമല്ലേ? ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. ഓരോന്നൂറ് ഒഴേ. അയ്യോ, മണി 7 അല്ലയാ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ട്. അയ്യോ, നിന്നെ പോലെ അല്ല, തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം. മറ്റേ തന്നാരം പാടുന്നില്ല. വേണ്ട, നമുക്ക് മറ്റേ അടിക്കാം. ഏത് തന്നാരും? ഇവിടെ പാടാൻ പറ്റത്തില്ല. ഇവിടെ പാടാൻ നമ്മൾ വെള്ളം പാടിട്ടിട്ട് ഇപ്പോഴും പാടും. പക്ഷെ ഇന്ന് പാടുന്നില്ല. പാടേ എന്റെ പൊന്നുകളെ പാടല്ലേ. പാടേ.